നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണകക്ഷിയായ LDF, ഭരണമുന്നണിയായ LDF CPIM-ന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം സർക്കാർ, അതായത് മൂന്നാം പിണറായി സർക്കാർ എന്ന ഒരു സ്വപ്നം കാണുന്നുണ്ട്. 2016-ലും 2021-ലും സംഭവിച്ചതുപോലെയുള്ള ഒരു മികച്ച വിജയം മൂന്നാം തവണയും കേരളത്തിൽ നേടിയെടുക്കാം എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ കടുത്ത ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ശബരിമല പോലെയുള്ള വിവാദ വിഷയങ്ങൾ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വലിയ ചൂടുള്ള ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തുടർഭരണം സാധ്യമാണോ എന്ന ഒരു ചോദ്യം ഇപ്പോൾ LDF-ന് മുന്നിലുണ്ട്. എന്തായാലും മികച്ച സംഘടനാ ശേഷി, അതോടൊപ്പം തന്നെ നേതൃത്വം എന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചു വരാം എന്ന് LDF കണക്ക് കൂട്ടുന്നുണ്ട്. അതായത് മികച്ച ഒരു സംഘടനാ സംവിധാനം ഇപ്പോഴും CPIM-ന് കേരളത്തിലുണ്ട്. മറ്റ് CPI പോലെയുള്ള മറ്റു പാർട്ടികൾക്ക് അത്രമാത്രം ശക്തിയില്ല എങ്കിലും CPIM-ന് വളരെ മികച്ച ഒരു സംഘടനാ സംവിധാനം കേരളത്തിലുണ്ട്. പിണറായി വിജയൻ എന്ന ഒരു ഒറ്റ നേതൃത്വം, ഒറ്റ പേരിലുള്ള നേതൃത്വം എന്ന നിലയിലേക്ക് പാർട്ടി ഇപ്പോഴും, മുന്നണിയും പാർട്ടിയും ഉണ്ട് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം പിണറായി സർക്കാർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരവും ഇപ്പോൾ ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങളും ശബരിമല വിഷയം അടക്കമുള്ള വിവാദങ്ങളുമെല്ലാം മുന്നണിയെ എങ്ങനെ ബാധിക്കും എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ കാട്ടിത്തന്നതും ഇടതുമുന്നണിയുടെ ആത്മവീര്യം ചോർത്തുന്നുണ്ട്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട്, അതായത് കടുത്ത ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് അധികാരത്തിൽ വരാം, ഇടതു ഭരണം അവസാനിപ്പിച്ച് അധികാരത്തിൽ വരാം എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. പക്ഷേ UDF-ന്റെ ഈ കണക്ക് കൂട്ടലിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് BJP-യാണ്. BJP-ക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനമല്ല ഇപ്പോഴുള്ളത്. അതായത് 2014-ന് മുമ്പ് കേരളത്തിൽ BJP-ക്ക് സ്വാഭാവികമായും മണ്ഡലങ്ങളിൽ, ഏറെക്കുറെ മണ്ഡലങ്ങളിൽ 2000 മുതൽ 5000 വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ BJP ഒന്നാം സ്ഥാനത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. നിരവധി മണ്ഡലങ്ങളിൽ BJP-ക്ക് ജയിക്കാൻ കഴിയുമെന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ജയസാധ്യത ഇല്ല എങ്കിലും 20,000 30,000 വോട്ടുകളാണ് ശരാശരി എല്ലാ മണ്ഡലത്തിലും ഇന്ന് BJP-ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ മൂന്നാം ശക്തി വരുമ്പോൾ എങ്ങനെയാണ് CPIM-നെ അട്ടിമറിക്കുക എന്ന ഒരു ചോദ്യം, അതിന് ശക്തമായ ഒരു നേതൃത്വവും സംഘടനാ സംവിധാനവും വേണ്ടേ എന്നൊരു ആശങ്ക, ഇതെല്ലാം UDF-നെയും അലട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാനായി ഒന്നിലധികം നേതാക്കന്മാർ ഇതിനോടകം തന്നെ കോൺഗ്രസിനുള്ളിൽ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് മുന്നണിയെ ബാധിക്കുന്ന ഒരു പ്രതികൂല ഘടകം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് കേരളത്തിൽ ഒരു കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കാം, ഒരു UDF സർക്കാർ ഉണ്ടാക്കാം എന്ന് കോൺഗ്രസ് മനക്കോട്ട കെട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയുമാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന അനുസരിച്ച് കോൺഗ്രസ് കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിജയസാധ്യതയെക്കുറിച്ചുള്ള സർവേ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ്. അതായത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ട്, ആ മണ്ഡലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളായേക്കും, ഏതൊക്കെ മണ്ഡലങ്ങൾ CPIM-ൽ നിന്നും LDF-ൽ നിന്നും പിടിച്ചെടുക്കേണ്ടതുണ്ട്, BJP ഉയർത്തുന്ന ഭീഷണി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം കനകേലുവിൻ്റെ നേതൃത്വത്തിൽ സർവേ നടന്നുവെന്നും ഈ സർവേ റിപ്പോർട്ട് സമഗ്രമായി അപഗ്രഥിച്ച ശേഷം ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ട് എന്നുമാണ് സൂചന വരുന്നത്. അതായത് ഈ സർവേ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പരിഗണനയിലാണ്. വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുമായി, മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുമായും ജില്ലാ ഘടകങ്ങളുമായും അതിന് താഴെയുള്ള ചില ഘടകങ്ങളുമായും അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില സമുദായ നേതാക്കന്മാരുമായിട്ടൊക്കെ UDF-ന്റെ ഈ സർവേ വിഭാഗം അല്ലെങ്കിൽ സർവേ നടത്തുന്ന ടീം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സർവേയിൽ നിന്ന് തെളിയുന്നതനുസരിച്ച് ഭരണം പിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കോൺഗ്രസ് നിയോഗിച്ച സമിതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. കോൺഗ്രസ് പ്രൊഫഷണൽ സർവേ തന്നെ നടത്തിയിരിക്കുന്നു. ആ സർവേയിൽ കണ്ടെത്തിയത് പക്ഷേ ഹൈക്കമാൻഡിനെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ശക്തമായ മത്സരം തന്നെയാണ് നടത്തുന്നത്. ഈ മത്സരം ശക്തമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത് BJP-യാണ്. എന്തുകൊണ്ട് BJP ഘടകമാകുന്നു എന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും BJP-ക്ക് 20,000 മുതൽ 30,000 40,000 എന്നിങ്ങനെ വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ മറുഭാഗത്തേക്ക് പോകുമ്പോൾ അത് ഏത് മുന്നണിയിൽ നിന്നാണ് BJP വോട്ട് സമാഹരിക്കുന്നത് എന്നത് വലിയ ഒരു പ്രശ്നമായി, വലിയ ഒരു തലവേദനമായി ഇരു മുന്നണികൾക്കുമുണ്ട്. കണ്ണൂർ പോലെയുള്ള ജില്ലകളിൽ CPIM-ന് അതിന് തലവേദന സൃഷ്ടിക്കുമ്പോൾ മറ്റ് ചില ജില്ലകളിൽ തലവേദന സൃഷ്ടിക്കുന്നത് UDF-നാണ്. അത്രമാത്രം BJP ഇരു മുന്നണികളിൽ നിന്നും വോട്ടുകൾ സമാഹരിക്കുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത BJP ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ
BJP കൃത്യമായി 34 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ 34 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ BJPയുടെ നിലപാട് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഇരു മുന്നണികൾക്കും ആശങ്കയുമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDFനോ LDFനോ ഈസി വാക്ക് ഓവർ ആകില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് BJPയും തറപ്പിച്ചു പറയുന്നുണ്ട്. BJPയുടെ ആ അവകാശവാദത്തിന് പിന്തുണയേകുന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയിട്ടുള്ള സർവേ ഫലം. ആ സർവേ ഫലത്തിൻ്റെ കണ്ടെത്തലുകൾ ഒരുപക്ഷെ ഹൈക്കമാൻഡിനെ പോലും ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ട് BJPയെയും LDFനെയും ഒരുപോലെ നേരിടുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കണം എന്നാണ് നേതാക്കളുടെ ആവശ്യം. എന്തായാലും ഒരു ഐക്യം രൂപീകരിക്കുക, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടുപിടി കൂടാതിരിക്കുക, പരസ്പരം പാലം വലിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തടയാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും നന്നേ പാടുപെടും എന്നുറപ്പായി കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.